ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോയാണ്. അപ്പം ഞാനാണെങ്കിൽ പഞ്ചക്കുഴിക്കാണ് പോകുന്നത് കേട്ടോ, സഹിച്ചേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എനിക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ പിന്നെ വീട്ടിലേക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വീടിനോട് ചേർന്നൊരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ ആ കുളത്തിൽ ഞാൻ കുളത്തിൻ്റെ വീഡിയോ പിടിച്ച കേട്ടോ. ഇപ്പോൾ അത് ഉപയോഗിക്കാറൊന്നുമില്ല, ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നേരത്തെ അത് എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമായിരുന്നു കേട്ടോ. കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തെന്നറിയാം, കുറച്ച് മത്തേലൊക്കെ നേരത്തെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴേ സഹിച്ചേട്ടൻ വിളിക്കുന്നതിന് മുന്നേ എടുത്ത് വെച്ചിട്ട് പണി ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ച് കേട്ടോ. കാരണം എന്താ മൈസൂർ ചീരയൊക്കെ ഇഷ്ടത്തിനുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈസൂർ ചീരയുടെ ഇല തോരൻ വെക്കുന്നത്, പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചൊക്കെ തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ കർക്കിടക മാസം കൂടെ ആയതുകൊണ്ട് അടിപൊളിയല്ലേ. പിന്നെ ആണെങ്കിൽ മത്തേല ആമിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അമ്മയും പറിച്ച് തന്നായിരുന്നു, ഞാനിതിൻ്റെ ഇലയും പറിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒറ്റ മൂട് ഇതുകൊണ്ട് അമ്മ വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് നിറച്ചായിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എടുക്കുക കേട്ടോ. പോരുന്നതിന് മുന്നേ ആദ്യം ഇതങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് കുറേ ഉള്ള ഇലയെല്ലാം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആർത്തി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഇതിന് നമ്മളിവിടെ മൈസൂർ ചീര, വേലിച്ചീര എന്നൊക്കെ പറയും കേട്ടോ. കാരണം പണ്ട് ഈ കുളമൊക്കെ ഉള്ളിടത്ത് വേലി പോണൊക്കെ ഇങ്ങനെ ഇത് നിർത്തുമായിരുന്നു ഇങ്ങനെ. അപ്പം ആവശ്യത്തിന് ഒടിച്ചെടുക്കുകയും ചെയ്യാം, ഒരു മറവ് പോണൊക്കെ ആകുകയും ചെയ്യും. അങ്ങനെ ഇത് വെട്ടിയൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ആകും കേട്ടോ ഇല. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മളവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ കാ പറിച്ചിട്ട് ജ്യൂസൊക്കെ അടിക്കുന്നത്. അപ്പം എന്താണ്ട് ഇത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. കാരണം കുളമുള്ള കാരണം അതൊരു ഇച്ചിരി സൂക്ഷിച്ച് വേണം അവിടെ നിൽക്കാനായിട്ട്. വേലിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ കണ്ടോ, രണ്ട് നല്ല വലിയ കായുണ്ട് കേട്ടോ. പിന്നെ കുറേ പൂവാണ്, നിറച്ച് കായായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് 5 കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം നമ്മൾ പറിച്ച് അച്ഛനാണെങ്കിൽ മോൻ്റെ കൊടുത്തു വിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ആമി നട്ടത് 5 വർഷം കണ്ടായി ഇത് നട്ടിട്ട് കേട്ടോ. അവൾ 7-ലോ 6-ലോ അങ്ങാണ്ട് പഠിക്കുമ്പോൾ നട്ടതാണ് കേട്ടോ. ആ സമയത്ത് ഒരു കുഴപ്പമുണ്ടല്ലോ, ഇതേലെ ഒരില പോലും പറിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ വെട്ടി നിർത്തണമെന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കത്തില്ല. മുറിക്കണ്ടെന്നും പറഞ്ഞ് നിന്ന് ഈ 5 വർഷം കൊണ്ടുണ്ടല്ലോ അതാ മഹാഗണിയുടെ അത്രയും വളർന്നു പോയി കേട്ടോ. ഭയങ്കരമായിട്ട് കിളന്നുപോയി. എനിക്ക് ചിരിയും വരുവാ. ഞാൻ അന്നേരം ചോദിച്ചു, ദൈവമേ കായ ഉണ്ടായാൽ എങ്ങനെ പറിക്കും ഇത്? എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം കായെല്ലാം എടുത്ത് പറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എത്രയും പൊക്കത്തി വെച്ചത് കട്ട് ചെയ്ത് നിർത്തിയേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഏതായാലും കാ പിടിക്കും. നല്ല പിങ്ക് കളറ്, നല്ല മധുരമുള്ള കായുവാണ് കേട്ടോ. നല്ല വലിയ കായായി ഈ പ്രാവശ്യം ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് മാറ്റി വെക്കണമെന്നും പറഞ്ഞു കേട്ടോ. അതേണ്ട മത്തങ്ങായും ഉണ്ട്. അപ്പം അമ്മ എനിക്ക് ചോറ് തന്നായിരുന്നു കേട്ടോ. സാമ്പാറും, അടിപൊളി സാമ്പാറും, മോരുകറിയും, മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോറും ഉണ്ട്. കഴിഞ്ഞിട്ട് തിരിച്ചപ്പോഴത്തേക്ക് സഹിച്ചേട്ടൻ വിളിച്ചു കേട്ടോ. അപ്പോൾ പോരാനായിട്ട് ഇറങ്ങി വരുവാണ്. ഇതിൻ്റെ അകത്ത് നിറച്ച് നല്ല അടിപൊളി മീനൊക്കെ ഉണ്ട് കേട്ടോ കുളത്തിൽ. അപ്പം നമ്മൾ പെയ്യെ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോരും കേട്ടോ. നല്ല അടിപൊളി രസമൊക്കെയാണ് കാണാനൊക്കെ, മലയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കുറേ സ്റ്റെപ്പൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സഹിച്ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഇന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.